Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രചരണത്തിലും സജീവമാവുകയാണ് TI മധുസൂദനൻ. രണ്ടാം ദിവസമായ ചൊവ്വാഴ്ച പയ്യന്നൂർ കേന്ദ്രീകരിച്ചാണ് പ്രചരണ പ്രവർത്തനം നടത്തിയത്. എങ്ങനെയാണ് പ്രചരണമൊക്കെ എങ്ങനെ പോകുന്നു? വളരെ ഊർജം നൽകുന്ന രീതിയിലുള്ള അനുഭവങ്ങളും ആവേശവുമാണ് നാട്ടിലെമ്പാടും. ഞങ്ങളിപ്പോൾ ഒരു രണ്ട് റൗണ്ട് മണ്ഡലമാകെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിലും അതുപോലെ തന്നെ ഈ സമരഭൂമിയിൽ ജീവിതം സമർപ്പിച്ചിട്ടുള്ള രക്തസാക്ഷികളെ അവരുടെ സ്മൃതി മണ്ഡപങ്ങളിൽ ചെല്ലാനും അവിടെ നിന്നൊക്കെ ജനങ്ങളെ കാണാനും എളുപ്പമായി. അതുപോലെ വിവിധ സ്ഥാപനങ്ങൾ അതുപോലുള്ള ആളുകളെയൊക്കെ അവരുമായിട്ടൊക്കെ ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടി ഈ സന്ദർഭത്തിൽ കഴിഞ്ഞു. വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെടുന്നവരും വിവിധ തൊഴിൽ മേഖലകളിലുള്ളവരുമെല്ലാം ഈ ഒരു യാത്രയിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. ഇതുവരെ ഇല്ലാത്തൊരു അനുഭവം, ഏറ്റവും മനസ്സിന് ആവേശവും മറ്റൊരർത്ഥത്തിൽ കുളിർമയും നൽകുന്ന അനുഭവമാണ് എല്ലായിടങ്ങളിലും കാണാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ ഇന്നലെ കുഞ്ഞികൃഷ്ണൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായി, അതിനെ എങ്ങനെ കാണുന്നു? ആർക്ക് സ്ഥാനാർത്ഥിയാവല്ലോ ഈ കാലത്ത്. അതിനൊന്നും മുഖവിലക്കെടുക്കേണ്ടതോ പരിഗണിക്കേണ്ടതോ ഒരു കാര്യമല്ല. ആർക്ക് സ്ഥാനാർത്ഥിയാവാം, അത് അവരുടെ ഇഷ്ടമാണ്. അവരെ കഴിയാവുന്ന രീതിയിൽ പ്രവർത്തിക്കട്ടെ എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പക്ഷെ ഒരു കാര്യം നമുക്കെല്ലാവർക്കും ഉറപ്പായല്ലോ, CPIM എന്ന് പറയുന്നത് ഒരു രീതിയിലുള്ള ആക്രമണത്തിനോ മറ്റു കാര്യങ്ങൾക്കോ തയ്യാറാവാത്തൊരു പാർട്ടിയാണ്. ഈ പാർട്ടിയെ വഞ്ചിച്ചു പോകുന്നവരെ പോലും ഏതെങ്കിലും നിലയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിലയിൽ ഉള്ളൊരു ശീലമുള്ള പാർട്ടിയല്ല CPIM. നിങ്ങൾ അഭിമാനത്തോടു കൂടിയിട്ട് അത് പറയാണ്. അതുപോലെ ഇപ്പം വി കുഞ്ഞികൃഷ്ണൻ മത്സരിക്കുകയാണെങ്കിൽ UDF വേറൊരു സ്ഥാനാർത്ഥിയെ നിർത്താതെ വി കുഞ്ഞികൃഷ്ണനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി എന്താണ്? UDF അങ്ങനെ ഒരു ഗതികേടിന് UDF നിൽക്കുന്നു ഞങ്ങൾ കരുതുന്നില്ല. ഇങ്ങനെയില്ല, ഓരോ പാർട്ടിയിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് പോകുന്ന ആരെങ്കിലും ഇങ്ങനെ വെറുതെ തങ്ങളിലേക്ക് കുട്ടിവിളിച്ച് കൊണ്ടുപോകാനൊന്നും UDF സന്നദ്ധമാകുന്നൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ എവിടെയാണോ ചെന്ന് വീഴേണ്ടത് ചില ആളുകൾ അവിടെ ചെന്ന് വീടുന്നുള്ളതിലും സംശയമില്ല. അപ്പോൾ എന്തായാലും പ്രചരണം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. അല്ല, ജനങ്ങളാകെ പാർട്ടിയാകെ വരികയാണ്. അതിന് മുമ്പിൽ ഞാൻ നിൽക്കുന്ന സ്ഥാനാർത്ഥിയായിട്ടെന്നേ ഉള്ളൂ. അവരാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഞങ്ങളൊന്നുമല്ല ഇതിൻ്റെ ആൾ. നാട്ടിലെ ഈ പാർട്ടി പ്രവർത്തകർ, പാർട്ടിക്ക് വേണ്ടി രാവുമ്പോഴും പണിയെടുക്കുന്നവർ, അവരെല്ലാം മറന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ രാത്രി പകലാക്കിയിട്ട് ചുമരെഴുത്തും ബോർഡ് കിട്ടുന്നത് എല്ലാം ചെയ്യുന്നു. അതൊന്നും ഒരാളുടെ ഇതുകൊണ്ടൊന്നുമല്ല, ഒരു പ്രസ്ഥാനത്തിലുള്ള വിശ്വാസവും അതുകൊണ്ടുള്ള ഒരു ഈ നാടിൻ്റെ ഒരു കരുത്തും കരുതലും എല്ലാവർക്കും കിട്ടണം എന്നുള്ളൊരു ഇത് വെച്ചിട്ടാണ്. എന്താണ് ഇനി ജനങ്ങൾക്ക് കൊടുക്കാനുള്ള വാഗ്ദാനം? ഞങ്ങൾ ജനങ്ങളോടൊപ്പം ഉണ്ട്. അവരുടെ ഏത് കാര്യത്തിലും ഞങ്ങളെല്ലാം ഉണ്ടാവും. ഒരു കാര്യത്തിലും ജനങ്ങളെ അവരുടെ വികാരങ്ങളെ തട്ടി മാറ്റിയിട്ട് ഞങ്ങൾ മുന്നോട്ടേക്ക് പോകില്ല. അവരോടൊപ്പം എന്നും എപ്പോഴും ഞങ്ങളുണ്ടാവും. LDF അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ് തുടരും. കേരളത്തിൻ്റെ വളർച്ച കൂടുതൽ വിപുലപ്പെടുത്തി ഉറപ്പാക്കുന്ന പ്രവൃത്തിയിൽ ഞങ്ങളെല്ലാവരും ഏർപ്പെടും. ഓക്കെ. അപ്പോൾ എന്തായാലും രണ്ടാം ദിനത്തിലും സജീവമായി തന്നെ പ്രവർത്തനം മുന്നോട്ട് പോവുകയാണ്. ക്യാമറാമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. കല്യാശ്ശേരി മണ്ഡലം LDF സ്ഥാനാർത്ഥി M. വിജിന്റെ തിരഞ്ഞെടുപ്പ് പര്യടനത്തിന് കുഞ്ഞിമംഗലത്തും കടന്നപ്പള്ളിയിലും ആവേശോജ്വല സ്വീകരണം. വോട്ടർമാരെ നേരിൽ കണ്ടും വികസന നേട്ടങ്ങൾ വിശദീകരിച്ചും മുന്നേറുന്ന വിജിന്റെ പര്യടനം മണ്ഡലത്തിൽ വലിയ ചലനമാണ് സൃഷ്ടിക്കുന്നത്.
ചൊവ്വാഴ്ച രാവിലെ കുഞ്ഞിമംഗലം നോർത്ത് മേഖലയിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത്. തുടർന്ന് കുഞ്ഞിമംഗലം സൗത്ത്, കടന്നപ്പള്ളി നോർത്ത്, കടന്നപ്പള്ളി സൗത്ത് എന്നീ പ്രദേശങ്ങളിൽ സ്ഥാനാർത്ഥി പര്യടനം നടത്തി. ഔദ്യോഗിക സ്വീകരണ കേന്ദ്രങ്ങൾക്ക് പുറമെ പ്രദേശത്തെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും സ്ഥാനാർത്ഥി സന്ദർശിച്ചു. മുതിർന്ന വോട്ടർമാരുടെ അനുഗ്രഹം തേടിയും യുവാക്കളുമായി സംവദിച്ചുമാണ് വിജിൻ വോട്ട് അഭ്യർത്ഥിച്ചത്. കഴിഞ്ഞ 5 വർഷം മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്കായി LDFനെ വിജയിപ്പിക്കണമെന്ന് അദ്ദേഹം വോട്ടർമാരോട് അഭ്യർത്ഥിച്ചു. കല്യാശ്ശേരി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷക്കാലം സഖാവ് പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് സമഗ്രമായ വികസനം നടന്നൊരു മണ്ഡലം കൂടിയാണ്. നേരത്തെ 2011 മുതൽ 2021 വരെ TV രാജേഷ് ഏട്ടൻ നല്ല രീതിയിൽ വികസനത്തിന് നേതൃത്വം കൊടുത്തു. അതിൻ്റെ തുടർച്ചയെന്ന വണ്ണം ഞാനും ഈ 5 വർഷക്കാലം കല്യാശ്ശേരിയിൽ മികവാർ നിലയിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം കൊടുത്തത്. തീർച്ചയായും ആ വികസന പ്രവർത്തനങ്ങളെല്ലാം ജനങ്ങൾ വോട്ടായി ഇടതുപക്ഷത്തെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കല്യാശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. ഈ തെരഞ്ഞെടുപ്പിലും ജനങ്ങളുടെ വലിയ പിന്തുണയോടെ വലിയ ഭൂരിപക്ഷത്തിൽ കല്യാശ്ശേരിയിൽ നിന്ന് വീണ്ടും തെരഞ്ഞെടുക്കപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സ്ഥാനാർത്ഥിക്കൊപ്പം പ്രാദേശിക LDF നേതാക്കളും നൂറുകണക്കിന് പ്രവർത്തകരും പര്യടനത്തിലുടനീളം അണിനിരന്നു. വരും ദിവസങ്ങളിൽ മണ്ഡലത്തിലെ മറ്റ് പ്രധാന കേന്ദ്രങ്ങളിലും വിപുലമായ പര്യടന പരിപാടികളാണ് LDF നിശ്ചയിച്ചിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. തൃക്കരിപ്പൂർ അസംബ്ലി മണ്ഡലം LDF സ്ഥാനാർത്ഥി ഡോക്ടർ VPP മുസ്തഫ റോഡ് ഷോ നടത്തി. സൗത്ത് തൃക്കരിപ്പൂർ ഇളമ്പച്ചിയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ 10 കേന്ദ്രങ്ങളിലൂടെ കടന്നുപോയി നീലേശ്വരം നഗരത്തിലെ കോൺവെന്റ് ജംഗ്ഷനിൽ സമാപിച്ചു. തുറന്ന ജീപ്പിൽ നാട്ടുകാരെ പേര് വിളിച്ച് അഭിവാദ്യം ചെയ്ത് നടത്തിയ LDF സ്ഥാനാർത്ഥി VPP മുസ്തഫയുടെ റോഡ് ഷോ പാതയോരങ്ങളെ ചുവപ്പണിയിച്ചു. ജന്മനാടായ ഇളമ്പച്ചി സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച സ്ഥാനാർത്ഥിയുടെ പര്യടനത്തിന് നൂറുകണക്കിന് ആളുകളാണ് റോഡിന് ഇരുവശങ്ങളിലുമായി സ്ഥാനാർത്ഥിയെ വരവേറ്റത്. 2 തവണ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുത്തതിന്റെ അനുഭവ സമ്പത്തും മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായി പങ്കെടുത്തതിന്റെ കരുത്തും ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും കിട്ടുന്ന സ്വീകാര്യതയിൽ കാണാമായിരുന്നു. സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ പതിച്ച പ്ലക്കാർഡുകൾ എന്തി വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തകരും നേതാക്കളും സ്ഥാനാർത്ഥിയെ വരവേറ്റു. ഇളമ്പച്ചിയിൽ നടന്ന റോഡ് ഷോയുടെ ഉദ്ഘാടനം CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ നിർവഹിച്ചു. RJD മണ്ഡലം പ്രസിഡന്റ് PV തമ്പാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. CPM നേതാക്കളായ P ജനാർദ്ദനൻ, സാബു അബ്രഹാം, VV കൃഷ്ണൻ, INL കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് VK ഹനീഫ ഹാജി, NCP സംസ്ഥാന സെക്രട്ടറി C ബാലൻ, മാധവൻ മണിയറ, VV വിജയൻ, രജീഷ് വെള്ളാട്ട്, P കുഞ്ഞിക്കണ്ണൻ, MV യൂസഫ് അലി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂരിൽ NDA സ്ഥാനാർത്ഥിയും രംഗത്ത്. BJP കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി AP ഗംഗാധരനാണ് NDA സ്ഥാനാർത്ഥി. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം പ്രവർത്തകർ പയ്യന്നൂരിൽ റോഡ് ഷോ നടത്തി. പയ്യന്നൂരിൽ NDA സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി AP ഗംഗാധരനാണ് മത്സരിക്കുന്നത്. NDA പയ്യന്നൂർ നിയോജക മണ്ഡലം പ്രവർത്തക കൺവെൻഷന് ശേഷം AP ഗംഗാധരൻ പയ്യന്നൂർ നഗരത്തിൽ റോഡ് ഷോ നടത്തി. പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽ പാർട്ടി എന്നെ സ്ഥാനാർത്ഥിയായി ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ നിയോജക മണ്ഡലത്തിൻ്റെ ഇതുവരെ ഈ നിയോജക മണ്ഡലം MLA ഉണ്ടായിരുന്നത് CPMൻ്റെ പ്രതിനിധികളാണ്. വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള പയ്യന്നൂർ എന്ന ഈ നിയോജക മണ്ഡലം റോഡുകൾ ഉണ്ടായി എന്നതൊഴിച്ചാൽ ജനങ്ങളുടെ വികസനത്തിന് വേണ്ടി ഒന്നും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. ജില്ലാ വൈസ് പ്രസിഡന്റ് CK രമേശൻ, പനക്കീൽ ബാലകൃഷ്ണൻ, ധനേഷ് കണിയാംകുന്ന്, AV സനൽ, രാജി സുകുമാരൻ, ഗംഗാധരൻ കാളീശ്വരം, C നാരായണൻ, MV രവീന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. LDF ഭരണകാലത്ത് ജീവനക്കാർക്ക് നൽകേണ്ട ആനുകൂല്യങ്ങൾ അടുത്ത സർക്കാർ നൽകുമെന്ന് പറയുന്നത് നിലവിലെ ഭരണകൂടത്തിന്റെ പരാജയമാണെന്ന് കേരള NGO അസോസിയേഷൻ തൃക്കരിപ്പൂർ ബ്രാഞ്ച് സമ്മേളനം ആരോപിച്ചു. തൃക്കരിപ്പൂർ പ്രിയദർശിനി മന്ദിരത്തിൽ നടന്ന സമ്മേളനം NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സുരേഷ് പെരിയങ്ങാനം ഉദ്ഘാടനം ചെയ്തു.
ഉത്തരവുകൾ ഇറക്കി ഇതുപോലെ ജീവനക്കാരെ പറ്റിച്ച ഭരണകൂടം കേരളത്തിലെ സിവിൽ സർവീസ് ചരിത്രത്തിൽ ആദ്യത്തേതാണെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആരോപിച്ചു. തൃക്കരിപ്പൂർ പ്രിയദർശിനി മന്ദിരത്തിൽ നടന്ന സമ്മേളനം NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സുരേഷ് പെരിയങ്ങാനം ഉദ്ഘാടനം ചെയ്തു. 25,000 കോടി രൂപയും അതുപോലെ ഈ സാലറി ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ അരിയർ ഉൾപ്പെടെയുള്ള 5,000 കോടി രൂപ ഉൾപ്പെടെ 1,25,000 കോടി രൂപ ഈ കേരള സംസ്ഥാന ജീവനക്കാരിൽ നിന്നും ഈ സംസ്ഥാന സർക്കാർ കൊള്ളയടിച്ച് കൊണ്ടുപോയിരിക്കുകയാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ കേരളത്തിലെ എല്ലാ ജില്ലകളിലും കൃത്യമായി ഇടവേള കൊടുക്കാതെ അതിശക്തമായ സമരം നടത്തുന്നത്. നമുക്കറിയാം, ഈ ഗവൺമെന്റ് കഴിഞ്ഞ 2 പ്രകടനപത്രികയിൽ പറഞ്ഞൊരു കാര്യമാണ് ഈ സർക്കാർ അധികാരത്തിലേറിയാൽ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്ന്. പക്ഷേ 10 വർഷം കഴിഞ്ഞു. അസോസിയേഷൻ ബ്രാഞ്ച് പ്രസിഡന്റ് A. സുബിൻ രാജ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PV പ്രകാശൻ, KK വിശ്വനാഥൻ, CK അരുൺകുമാർ, VM രാജേഷ്, ബ്രിജേഷ് പൈനി, R. മധുസൂദനൻ, MV നികീഷ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിനിധി സമ്മേളനം അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് AT ശശി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം K. അജിത അധ്യക്ഷത വഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. എടാട്ട് എടനാട്ട് ശ്രീ തിരുവർക്കാട്ട് ഭഗവതി ക്ഷേത്രം പെരിങ്കളിയാട്ട മഹോത്സവ സ്വാഗത സംഘം രൂപീകരണ യോഗം ക്ഷേത്രാങ്കണത്തിൽ നടന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. 2027 ജനുവരി 10 മുതൽ 13 വരെയാണ് പെരിങ്കളിയാട്ട മഹോത്സവം നടക്കുന്നത്. 1-40 തെയ്യക്കോലങ്ങൾ കളിയാട്ടത്തിന്റെ 4 ദിനങ്ങളിലായി അരങ്ങിലെത്തും. 6 നേരങ്ങളിലായി 4 ലക്ഷം ഭക്തജനങ്ങൾക്ക് അന്നദാനം നൽകും. സ്വാഗത സംഘം രൂപീകരണ യോഗം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. പെരിങ്കളിയാട്ടത്തിന്റെ സ്വാഗത സംഘം രൂപീകരണമാണ്. അത് ദേവപ്രശ്നത്തിലേക്ക് ആ പ്രശ്നത്തിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യങ്ങൾ അതിന് പ്രാമുഖ്യം കൊടുത്ത് ഓരോന്നായി നടപ്പിലാക്കിയിട്ടാണ് ജനുവരി മാസത്തിൽ പെരിങ്കളിയാട്ടത്തിലേക്ക് നമ്മൾ പോകുന്നത്. ഈ നാട്ടിൽ ഒരുപാട് അമ്പലങ്ങളുണ്ട്, ഇവിടെ ഒരുപാട് തറവാടുകളുണ്ട്. ആ തറവാടുകൾക്കൊക്കെ ഇത്തരം ഉറഞ്ഞാടുന്ന തെയ്യങ്ങൾ, അതുപോലെ തന്നെ ആ തെയ്യങ്ങളിലേക്ക് M. വിജിൻ MLA അധ്യക്ഷത വഹിച്ചു. TI മധുസൂദനൻ MLA ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. വിജയൻ അടുക്കാടൻ, റീന A, ഇരിയലത്ത് രാജൻ, സാജു മുത്തത്യൻ, ബാലകൃഷ്ണൻ വളപ്പൻ, സുനിൽകുമാർ മുത്തത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. മുത്തത്യൻ ശ്രീധരൻ, മുത്തത്യൻ രമേശൻ, പലേരി മനോജ്, കണ്ണൂത്ത് സുനിൽകുമാർ, സാജു മുത്തത്യൻ, മിയ മീനാക്ഷി എന്നിവർ നൽകിയ ആദ്യ ഫണ്ട് തെക്കടവൻ ജനാർദ്ദനൻ ഏറ്റുവാങ്ങി. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. പയ്യന്നൂർ പെരുമ്പ GMUP സ്കൂൾ വാർഷികാഘോഷത്തിന് തുടക്കമായി. സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ പെരുമ്പ GMUP സ്കൂൾ 120ാം വാർഷികാഘോഷത്തിന് തുടക്കമായി. 2026 മാർച്ച് മാസം മുതൽ ഡിസംബർ വരെയാണ് വാർഷികാഘോഷ പരിപാടികൾ നടക്കുന്നത്. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പഠനോത്സവം, സാഹിത്യോത്സവം, ചിത്രോത്സവം, പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം തുടങ്ങിയ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. റേഡിയോയിലൂടെ ലളിതഗാനം പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ ആരും കേൾക്കുന്നില്ല. ഈ റേഡിയോയിലൂടെ ലളിതഗാനം കേട്ട് പഠിച്ച് സ്കൂളിലെ സാഹിത്യ സമാജത്തിലും അതുപോലെ തന്നെ വാർഷികത്തിലും മറ്റു മത്സരങ്ങളിലൊക്കെ പാട്ട് പാടലുണ്ട് നമ്മളൊക്കെ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മാഷ റേഡിയോയെ കുറിച്ച്, അതായത് പഴയ കാലത്ത് നമ്മുടെ വീട്ടിൽ ആകെ നമുക്ക് ഒരു വിനോദത്തിനുള്ള ഉപാധി എന്ന് പറയുന്നത് എന്താണ്? റേഡിയോ മാത്രമാണ്. ആ റേഡിയോയിൽ വരുന്ന രാവിലെ വന്ന് സുപ്രഭാതം ഉണ്ടാവും, പിന്നെ കണ്ടതും കേട്ടതും രാത്രിയിൽ ഉണ്ടാവും, പിന്നെ നാടകം ഉണ്ടാവും, നേരത്തെ പറഞ്ഞ ഒരു കഥാപ്രസംഗം ഉണ്ടാവും, നല്ല സിനിമാ പാട്ടുണ്ടാവും. ഇതൊക്കെ റേഡിയോയിലാണ്. പക്ഷെ പിന്നീട് എന്തായി? റേഡിയോ മെല്ലെ മെല്ലെ മാറി. ചടങ്ങിൽ വെച്ച് LKG UKG ടാലന്റ് സ്കോളർഷിപ്പ് വിതരണവും നിർവഹിച്ചു. ചടങ്ങിൽ വാർഡ് കൗൺസിലർ VKP ഇസ്മയിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ A. പ്രദീപൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. V. പ്രമോദ്, VT രഞ്ജിത്ത്, സജിത കലേഷ്, K. പവിത്രൻ, അബ്ദുൽ സലാം, ഫൽഗുനൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ഇലക്ട്രിക് വാഹന ഉപഭോക്താക്കൾക്ക് ആശ്വാസമായി പയ്യന്നൂർ വെള്ളൂർ പാലത്തറയിൽ പുതിയ ഫാസ്റ്റ് ചാർജിംഗ് സൗകര്യം അൾട്രാക്വിക്ക് EV ചാർജിംഗ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചു. അത്യാധുനിക സംവിധാനങ്ങളോടെയാണ് സ്റ്റേഷൻ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇലക്ട്രിക് വാഹന ഉപഭോക്താക്കൾക്ക് ആശ്വാസമായി പയ്യന്നൂർ വെള്ളൂർ പാലത്തറയിൽ പുതിയ ഫാസ്റ്റ് ചാർജിംഗ് സൗകര്യം അൾട്രാക്വിക്ക് EV ചാർജിംഗ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചു. അത്യാധുനിക സംവിധാനങ്ങളോടെയാണ് സ്റ്റേഷൻ സജ്ജീകരിച്ചിരിക്കുന്നത്.
കുറഞ്ഞ സമയത്തിനുള്ളിൽ വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ സാധിക്കുന്ന ഉയർന്ന ശേഷിയുള്ള ചാർജിംഗ് പോയിന്റുകൾ, ഒരേ സമയം 2 വാഹനങ്ങൾക്ക് ചാർജ് ചെയ്യാനുള്ള സൗകര്യം എന്നിവ ഇവിടെ ലഭ്യമാണ്. എല്ലാത്തരം ഇലക്ട്രിക് വാഹനങ്ങൾക്കും അനുയോജ്യമായ രീതിയിലാണ് ഈ സെന്റർ വിഭാവനം ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വളരുന്ന മേഖലയാണ് EV കാറുകളുടെ മേഖല. അതിനനുസരിച്ച് പല സ്ഥലത്തും ചാർജിങ് സ്റ്റേഷൻ ഫെസിലിറ്റി അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു ചാർജിങ് സ്റ്റേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ നിന്നും നമുക്ക് സ്ഥിരമായി ഒരു വരുമാനം കിട്ടുക എന്നുള്ളത് വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു ബിസിനസ്സാണ്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്ന പോലെ തന്നെ അൾട്രാ കിക്കിൻ്റെ ഓരോ ചാർജിങ് സ്റ്റേഷനും നമ്മൾ ചെയ്തിരിക്കുന്നത് വളരെ വിശാലമായിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാർജിങ് സ്റ്റേഷനിൽ വരുന്ന ഓരോ കസ്റ്റമേഴ്സും വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് നമ്മുടെ ചാർജിങ് സ്റ്റേഷനിൽ നിന്നും പോകുന്നത്. പയ്യന്നൂർ വെള്ളൂർ പാലത്തറയിലുള്ള ശിഹാബ് തങ്ങൾ റിലീഫ് സെന്ററിന് എതിർവശത്താണ് ഈ പുതിയ ചാർജിംഗ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങൾക്കും സഹായങ്ങൾക്കുമായി 9567862244 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി പയ്യന്നൂർ BEMLP സ്കൂളിൽ 1ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ 1 വർഷത്തെ പഠന മികവുകളുടെ സമാഹാരം മൊഴികിലുക്കം വ്യക്തിഗത പതിപ്പുകളുടെ പ്രകാശനം നടന്നു. BPC വിനോദ് മാസ്റ്റർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി പയ്യന്നൂർ BEMLP സ്കൂളിൽ 1ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ 1 വർഷത്തെ പഠന മികവുകളുടെ സമാഹാരം മൊഴികിലുക്കം വ്യക്തിഗത പതിപ്പുകളുടെ പ്രകാശനം നടന്നു. BPC വിനോദ് മാസ്റ്റർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് രഘു അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്റ്റേഴ്സ് മേഴ്സി, മെർലിൻ ടീച്ചർ, അദിൻ നാസർ, നിമിന ടീച്ചർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാതമംഗലം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ റംസാൻ കിറ്റ് വിതരണം ചെയ്തു. 10ഓളം പേർക്കാണ് കിറ്റ് വിതരണം ചെയ്തത്. മാതമംഗലം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ റംസാൻ കിറ്റ് വിതരണം ചെയ്തു. കൂട്ടായ്മ മുതിർന്ന അംഗം B. ഭാസ്കരൻ കിറ്റ് വിതരണം നിർവഹിച്ചു. ജയരാജ മാതമംഗലം അധ്യക്ഷത വഹിച്ചു. KV മനീഷ്, ബൈജേഷ് പാണപ്പുഴ, P. ദിബീഷ്, ജിബിൻ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. 10ഓളം പേർക്കാണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കിറ്റ് വിതരണം ചെയ്തത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പരിശുദ്ധ റമളാനിൽ ഉദിനൂർ തെക്കുംപുറം മാതൃകാ അങ്കണവാടി നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തി. കുരുന്നുകളും രക്ഷിതാക്കളും വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. പടന്ന ഗ്രാമപഞ്ചായത്ത് 11ാം വാർഡിലെ ഉദിനൂർ തെക്കുപുറം മാതൃകാ അങ്കണവാടിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തി. അങ്കണവാടി പരിസരത്ത് നടന്ന സംഗമം പടന്ന ഗ്രാമപഞ്ചായത്ത് അംഗം PK പുഷ്പ ഉദ്ഘാടനം ചെയ്തു. അങ്കണവാടി വർക്കർ KV ശൈലജ അധ്യക്ഷത വഹിച്ചു. A. പത്മനാഭൻ, AG കമറുദ്ദീൻ, A. ഗോപാലൻ, ഖലീഫ ഉദിനൂർ, KP കുഞ്ഞമ്പു, C. സുരേന്ദ്രൻ, CV രാഗി, V. സൂര്യകീർത്തി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പുത്തൂർ ശ്രീ മഹാശിവക്ഷേത്രം അഷ്ടബന്ധ നവീകരണ ബ്രഹ്മകലശ മഹോത്സവത്തിനായുള്ള സംഘാടക സമിതി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ക്ഷേത്രം മേൽശാന്തി നാരായണൻ നമ്പൂതിരി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പുത്തൂർ ശ്രീ മഹാശിവക്ഷേത്രം അഷ്ടബന്ധ നവീകരണ ബ്രഹ്മകലശ മഹോത്സവത്തിനായുള്ള സംഘാടക സമിതി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ക്ഷേത്രം മേൽശാന്തി നാരായണൻ നമ്പൂതിരി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഈ ഒരു സംരംഭത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി
പ്രയത്നിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇതിൽ പുത്തൂരപ്പൻ്റെയും എല്ലാ ദേവീ ദേവന്മാരുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ചടങ്ങിൽ രാജേന്ദ്രകുമാർ അധ്യക്ഷനായി. എം കണ്ണൻ, ജയനാരായണൻ, എം ശശിമോഹൻ, സുശീല, ശ്രീധരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. വെള്ളൂർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പച്ചക്കറി വിളവെടുപ്പ് നടന്നു. ചൂരത്തോട് പാടശേഖരത്ത് നടന്ന വിളവെടുപ്പ് ഉദ്ഘാടനം നഗരസഭാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് സരിൻ ശശി നിർവഹിച്ചു. വെള്ളൂർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പച്ചക്കറി വിളവെടുപ്പ് നടന്നു. 1.5 ഏക്കറിൽ എല്ലാത്തരം പച്ചക്കറികളും കൃഷി ചെയ്തു വരുന്നു. ചൂരത്തോട് പാടശേഖരത്ത് നടന്ന വിളവെടുപ്പ് ഉദ്ഘാടനം നഗരസഭാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് സരിൻ ശശി നിർവഹിച്ചു. നമ്മുടെ നാട്ടിൽ തരിശായി കിടക്കുന്ന മുഴുവൻ പാടങ്ങളിലും വലിയ നിലയിൽ ഇപ്പോൾ കൃഷി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ച തന്നെയായി 3-4 സ്ഥലത്ത് ഞാൻ തന്നെ പോയി വിളവെടുപ്പ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രാദേശികമായി നല്ലതുപോലെ മണ്ണറിഞ്ഞ് കൃഷി നടത്തിയാൽ നല്ലതുപോലെ വിളവ് കിട്ടുന്നൊരു അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അതിന് പറ്റുന്ന ആളുകൾ ഒരുപാട് പ്രായോഗികമായിട്ട് ആ കാര്യം നിർവഹിക്കാൻ വേണ്ടി പറ്റുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. ചടങ്ങിൽ കൗൺസിലർ ദാക്ഷായണി അധ്യക്ഷയായി. കെ രാജഗോപാലൻ മാസ്റ്റർ, കെ രവീന്ദ്രൻ, എം ഹരീന്ദ്രൻ, പി കെ സേതുമാധവൻ, കെ കെ ഗംഗാധരൻ, എൻ പി രവീന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പുത്തൂർ ശ്രീ മഹാശിവക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് കലവറ നിറക്കൽ ഘോഷയാത്ര സംഘടിപ്പിച്ചു. നിരവധി പേർ ഘോഷയാത്രയിൽ അണിനിരന്നു. പുത്തൂർ മഹാശിവക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവത്തിനായുള്ള കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. പുത്തൂർ പാച്ചേനി ഭഗവതി ക്ഷേത്രാങ്കണത്തിൽ നിന്നാണ് ഘോഷയാത്ര പുറപ്പെട്ടത്. ചെണ്ടമേളവും മുത്തുക്കുടയേന്തിയ വനിതകളും താലപ്പൊലിയേന്തിയ ബാലികമാരും കലവറ നിറയ്ക്കൽ ഘോഷയാത്രയ്ക്ക് സൗന്ദര്യം പകർന്നു. ക്ഷേത്രാങ്കണത്തിൽ ഘോഷയാത്ര സമാപിച്ചു. നിരവധി പേരാണ് ഘോഷയാത്രയിൽ പങ്കാളികളായത്. എം കണ്ണൻ, ജയനാരായണൻ, കുറ്റിയൻ കരുണാകരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഇതോടുകൂടി വാർത്തകൾ അവസാനിച്ചു. നന്ദി.